ശ്രീത് പണിക്കർ, ഇതല്ലേ അതിൻ്റെ വാസ്തവം? ഇത് യു ഡി എഫിന് ഗുണം ചെയ്യുമോ അതോ തിരിച്ചടി ഉണ്ടാകുമോ? താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണിപ്പോൾ? ശ്രീ മഞ്ജുഷ്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിശ്ചയമായും ഭരണപരാജയം എന്ന കാര്യത്തിനെ തുടർന്ന് കാണിക്കുക. എന്തുകൊണ്ടാണ് കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് അവർ ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്. പക്ഷേ വീണ്ടും നമ്മളിവിടെ മതത്തിലേക്കും ജാതിയിലേക്കും ഒക്കെ മാത്രം നമ്മുടെ കേരളീയ പൊളിറ്റിക്കൽ സമൂഹം അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ നേതൃനിരയിലുള്ള ആൾക്കാരൊക്കെ തന്നെ ചുരുങ്ങിപ്പോകുന്നതിൻ്റെ ഉദാഹരണം മാത്രമാണ് ഈ രീതിയിലത്തേക്ക് ഡീൽ എന്ന് പറയുന്നത്. സോളിഡായിട്ടുള്ള എന്തെങ്കിലും ഒരു എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ചില മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വന്തം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള അവകാശമുണ്ടെങ്കിലും അവർ പോരായിരുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അതായത് സ്വന്തം സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായിരുന്ന അടിപൊളിയെല്ലാം തീർത്തിട്ട് ഇനി മറ്റുള്ള ആൾക്കാർ ആരെയൊക്കെയാണ് വെക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കോൺഗ്രസ് അഭിപ്രായം പറയുകയാണ്. ഇത് ഒരു ദിവസമോ ഒരു വിഷയത്തിലോ ഉള്ള കാര്യമാണ് എങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഇത് എല്ലാ നേതാക്കന്മാരും നിരന്തരം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തന്നെയുമല്ല, ദിവസങ്ങളോളം ഇത് നീളുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം 4-5 ദിവസമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാവനാപൂർണ്ണമായിട്ടുള്ള പുതിയൊരു അജണ്ടയും മുന്നോട്ട് വെക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളത് കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഈസിയർ എസ്കേപ്പ് റൂട്ടാണ്. കാരണം ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും സാമൂഹ്യ അരക്ഷിതാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഭരണപരാജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ നിരത്തി അത് വെച്ചിട്ട് CPM-നെ കോൺഫ്രണ്ട് ചെയ്യേണ്ടതിനുള്ള സാധ്യതകളെ ഇവർ ഉപയോഗിക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ഒരു ദിവസം ഒരു പക്ഷേ ചർച്ച ചെയ്യാമായിരുന്ന ഒരു വിഷയം 4-5 ദിവസത്തോളം ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉദ്ദേശം ഇവിടുത്തെ മൈനോറിറ്റി കൺസോളിഡേഷൻ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ മുമ്പ് ചർച്ചയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം ചില സീറ്റുകളിൽ BJP ജയിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒരു ഡീലും ഇല്ലെങ്കിൽ പോലും അത് CPM-ന് ഗുണകരമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മഞ്ചേശ്വരം അല്ലെങ്കിൽ പാലക്കാട്, ഈ 2 മണ്ഡലങ്ങളിൽ നിലവിൽ ജയിച്ചിരിക്കുന്നത് UDF ആണ്. അപ്പോൾ അവർക്ക് ആ 2 സീറ്റുകൾ നിലനിർത്താനായിട്ട് സാധിക്കുകയാണ് എങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള കുറേ സീറ്റുകൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇത്തവണ ഭരണമാറ്റം അവർക്ക് പുൾ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ അവരുടെ ആവശ്യം പുതുതായിട്ടുള്ള 10-30 സീറ്റുകൾ അവർക്ക് കിട്ടാതിരിക്കുക എന്നതിനോടൊപ്പം തന്നെ നിലവിൽ കയ്യിലുള്ള സീറ്റുകൾ അവർക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്നൊരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ മുസ്ലിം ലീഗും BJP-യും തമ്മിൽ നേർക്കുനേർ മത്സരമാണ്. പാലക്കാട് കോൺഗ്രസും BJP-യും തമ്മിൽ നേർക്കുനേർ മത്സരമാണ്. CPM ഈ 2 സ്ഥലങ്ങളിലും ചിത്രത്തിലില്ല. 3-ാം സ്ഥാനത്താണ്, ഡിസ്റ്റന്റ് തേർഡാണ് അവരെല്ലായ്പ്പോഴും വരിക. അങ്ങനെ വരുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറച്ചുകൂടി ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇടുന്നത് എങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺസോളിഡേഷൻ, വോട്ടർ കൺസോളിഡേഷൻ അവിടെ ഉണ്ടാവുകയാണ് എങ്കിൽ അത് BJP-ക്ക് ജയസാധ്യത ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പ്രത്യേകിച്ച് ഡീലില്ലാതെ തന്നെ അവർക്കത് ചെയ്യാൻ കഴിയും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ 2 MLA-മാർ അടുത്ത നിയമസഭയിൽ ഉണ്ടാവുക എന്നതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ് കോൺഗ്രസ് അധികാരം പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഡീൽ ഇല്ലാതെ തന്നെ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ പാലക്കാട് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? NMR റസാഖ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ CPM പ്ലേസ് ചെയ്തിരിക്കുന്ന സമയത്ത് പാലക്കാട് ജില്ലയിൽ വലിയ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കിട്ടാഞ്ഞിട്ടല്ല, യുവാക്കളായിട്ടുള്ള നേതാക്കളെ കിട്ടാഞ്ഞിട്ടല്ല. സരിൻ കഴിഞ്ഞ തവണ വലിയ മത്സരം ഉണ്ടായിരുന്നപ്പോൾ പോലും അതിനു മുമ്പ് CPM ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ മാറ്റി വേറൊരാളിനെ അവിടെ ഇടുന്ന സമയത്തുള്ള സന്ദേശം വളരെ ക്ലിയർ ആണ്. അവിടെയുള്ള ഡെമോഗ്രാഫിക് പരിഗണനകൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലത്തേക്ക് വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ താല്പര്യപ്പെടുന്നത്. അതിന് ഡീലൊന്നും വേണമെന്നില്ല. വളരെ ബ്ലേറ്റൻ്റ് ആയിട്ട് ഈ രീതിയിലത്തേക്ക് ഒരു ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ എങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാനുള്ള സാധ്യതയില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആരോപണം കോൺഗ്രസിനെതിരെയാണ്. കാരണം കേരള ചരിത്രത്തിൽ തന്നെ നിയമസഭയിലേക്ക് ഒരൊറ്റ സീറ്റ് BJP-ക്ക് കിട്ടിയിരുന്ന ആ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് നിയമം സീറ്റ് BJP പിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതേ ആരോപണം കോൺഗ്രസിനോട് തിരിച്ചു പറയാം. അതൊരു കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഡീലായിരുന്നു എന്ന് വേണമെങ്കിൽ ആരോപിക്കാം. ശരിയാണ്, അത് ആരോപിക്കാറുമുണ്ട്. പിന്നെ ഈ മഞ്ചേശ്വരവും പാലക്കാടും താങ്കൾ പറയുമ്പോൾ അവിടെ BJP-യെ CPM സഹായിക്കുന്നു എന്നാണല്ലോ. തിരികെ കോന്നിയും റാന്നിയും കൂടി കൊണ്ടുവന്ന് അത് LDF-ന്റെ സീറ്റുകളാണല്ലോ. അവിടെ BJP NDA ദുർബലമായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. 2ഇടത്തും BJP മത്സരിക്കുന്നില്ല. കോന്നിയിൽ BDJS മത്സരിക്കുന്നു, റാന്നിയിൽ 2020 മത്സരിക്കുന്നു. കോന്നിയിൽ 32,000 വോട്ടുകൾ കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ നേടിയതാണ്. എന്നിട്ടും BJP മത്സരിക്കാതെ സഖ്യകക്ഷിയായ BDJS-ന് സീറ്റ് കൊടുത്തിരിക്കുന്നു. അവിടെ ഇപ്പോൾ LDF ജയിച്ചോട്ടെ, അവിടെ UDF ഇനി പഴയതുപോലെ മുമ്പ് അടൂർ പ്രകാശ് ഉള്ളപ്പോൾ കോന്നിയിൽ ജയിച്ചിരുന്നതാണല്ലോ, അതിലേക്ക് വരേണ്ട. അതായത് ഒരു പ്രത്യുപകാരം ചെയ്യുന്നു എന്ന രീതിയിലാണ്. ഇതാണല്ലോ പരസ്പരമുള്ള ഡീൽ എന്ന് അർത്ഥമാക്കുന്നത്. ഇത് പക്ഷേ ലോജിക്കുള്ളതാണോ അക്കാര്യം? അല്ല, നോക്കൂ, ഇവിടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്ലോഗൻ എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയും രാഹുൽ ഗാന്ധിയുടെ പോക്കറ്റിലേക്ക് ഒരു നിയമസഭ കൂടി വരികയും ചെയ്യുക എന്നുള്ളത് അവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. മറിച്ച് ഇവിടെ CPM തന്നെ തുടർന്ന് ഭരിക്കുകയാണെങ്കിൽ പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭരണ തുടർച്ച മാത്രമാണ്. അതല്ലാതെ കോൺഗ്രസ് അധികാരം ശക്തിപ്പെടുത്തുന്ന ഒരു ചിഹ്നമേ അല്ല അങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ പോലും. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സേഫർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. പക്ഷെ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ പുറം ചൊറിഞ്ഞു തരുന്നു, പകരം നീ എന്റെ പുറം ചൊറിഞ്ഞു തരണം എന്ന രീതിയിലത്തേക്കാണ്. ആ രീതിയിലില്ല. പല സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളും വിവരക്കേടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് തൃപ്പൂണിത്തുറ നമ്മൾ നോക്കുക. തൃപ്പൂണിത്തുറ നോക്കിക്കഴിഞ്ഞാൽ BJP വളരെ ഓർഗാനിക്കായിട്ട് വലിയ നേട്ടം ഉണ്ടാക്കിക്കൊണ്ടുവന്നിരുന്ന ഒരു മണ്ഡലത്തിൽ അത് സഖ്യകക്ഷിക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ്. സത്യത്തിൽ ഓർഗാനിക്കായിട്ട് വളർന്നു വരികയും 1-2 തെരഞ്ഞെടുപ്പിനുള്ളിൽ ആ മണ്ഡലം അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്യാവുന്ന രീതിയിലത്തേക്കുള്ള ഒരു വളർച്ചയുള്ള ഒരു മണ്ഡലത്തിൽ ഇത്തവണ മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടിയതാണ്. അതുപോലും അവർ ചെയ്യുന്നില്ല. അതിലൊക്കെ പൊളിറ്റിക്കൽ ബ്ലണ്ടർ എന്നാ പറയുക. ഒരുപക്ഷെ കേന്ദ്രത്തിൽ നിന്ന് BJP തീരുമാനിച്ചിട്ടുണ്ടാവുക ഏതാണ്ട് 90 സീറ്റുകൾ അതിൽ മത്സരിക്കുക, ബാക്കിയുള്ളതെല്ലാം തന്നെ ഘടകകക്ഷികൾക്ക് കൊടുക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു താല്പര്യമായിരിക്കാം അവർക്കുള്ളത്. ഇപ്പൊ കഴക്കൂട്ടം നോക്കുക. അങ്ങനെയാണെങ്കിൽ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥികളെ പറ്റി നമ്മൾ എന്ത് പറയും? ശരത്ചന്ദ്ര പ്രസാദാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. റിയലിസ്റ്റിക്കലി ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരത്ചന്ദ്ര പ്രസാദിനെ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് എന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് അഭിപ്രായം ഉണ്ടാകുമോ? സത്യത്തിൽ ഏതെങ്കിലും അവിടെ വേണമെങ്കിൽ തിരികെ വേണമെങ്കിൽ ഡീൽ ആരോപിക്കാമല്ലോ. അവിടെ വേണമെങ്കിൽ തിരികെ ഡീൽ ആരോപിക്കാം. ജയിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പലിനായ ആളെ കൊണ്ടിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ വേറൊരു കാര്യമുണ്ട് മഞ്ജുഷ്, ഒരു കാര്യം കൂടിയുണ്ട്. അതായത് പാലക്കാട് മണ്ഡലത്തിൽ ശ്രദ്ധ മുഴുവൻ NMR റസാഖിലേക്ക് പോകുന്ന സമയത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് അല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം രാഷ്ട്രീയം പറയുന്നയാളാണ്, പക്ഷെ അദ്ദേഹവും പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് അല്ല എന്നൊരു കാര്യമുണ്ട്. അവിടെ നമ്മൾ CPM-ന് പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിനെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യം കോൺഗ്രസിനോടും ചോദിക്കാവുന്നതാണ്. കാരണം അദ്ദേഹം ആ മണ്ഡലത്തിലുള്ള ആളാണ്. പക്ഷേ കൈപ്പത്തിയാണ്. ശ്രീമാർ സാർ നേരത്തെ പറഞ്ഞു കൈപ്പത്തിയിലാണല്ലോ മത്സരിക്കുന്നത് എന്നുള്ള ലോജിക്ക് അവിടെ കൈപ്പത്തിയിലാണ്. ചിഹ്നത്തിൽ കാര്യം എന്താ? ചിഹ്നത്തിൽ കാര്യം ഇപ്പൊ ചിഹ്നത്തിൽ CPM-ന്റെ അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ മത്സരിച്ചിട്ടാണോ KT ജലീലും മന്ത്രിയായി? ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു. പൊതുസ്വതന്ത്രന്മാർ അട്ടിമറി വിജയം നേടിയിട്ടുള്ളതാണല്ലോ ശക്തരായ സ്ഥാനാർത്ഥികൾക്ക് എതിരെ എന്നുള്ള കാര്യം. ശ്രീ M ജയചന്ദ്രൻ ഇങ്ങനെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.